22 വർഷങ്ങൾക്കേറെയായി ആ സഹോദരനും സഹോദരിയും പരസ്പരം വേണ്ടിയിട്ട്. ഭ്രാന്തനെ പോലെ തലകുനിച്ചിരിക്കുന്ന മഹാദേവനെ രേണുകയൊന്ന് പാളി നോക്കി. എന്നും പൗരുഷത്തോടെ തലയുയർത്തി നിന്ന് കണ്ടിട്ടുള്ള ഏട്ടനെ ഇന്നീ അവസ്ഥയിൽ കണ്ടപ്പോൾ രേണുകയുടെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായി. നാഴികകൾ പലത് കടന്നുപോയി. പോസിറ്റീവായ ഒരു വാർത്തയും അവരെ തേടി വന്നില്ല. പിറ്റന്ന് നേരം വെളുത്തു, ഉച്ചയായി, വൈകുന്നേരമായി. പലതരം മരുന്നുകൾ ICUവിനുള്ളിലേക്ക് വാങ്ങിപ്പിക്കുന്നതല്ലാതെ വേറൊരു വിവരവും പുറത്തേക്ക് വന്നില്ല. ബദ്രയ്ക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഹോസ്പിറ്റലിൽ ഒരു റൂമെടുത്ത് അവൻ അതിനുള്ളിലേക്ക് മാറി. മഹാദേവനെയും കൂടെ വിളിച്ചെങ്കിലും അയാൾ ചെന്നില്ല. ഇതിനിടയിൽ ന്യൂസ് എങ്ങനെയോ ലീക്കായി. പ്രശസ്ത സിനിമാ പിന്നണി സംഗീതജ്ഞൻ മഹാദേവൻ മാസ്റ്ററുടെ ഏതോ ബന്ധുക്കൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലാണെന്ന് എല്ലാ ചാനലിലും ന്യൂസ് പോയിക്കൊണ്ടിരുന്നു. ബദ്രിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിന് പുറത്ത് കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തി. ഹോസ്പിറ്റലിനകത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകനെയും കടത്തിവിടാൻ പോലീസ് അനുവദിച്ചില്ല. ഡോക്ടർ പുറത്തേക്ക് വരുന്നത് കണ്ടതും മഹാദേവൻ എഴുന്നേറ്റ് അയാൾക്ക് അരികിലേക്ക് ചെന്നു. മഹാദേവനെ കണ്ടതും ഡോക്ടറുടെ മിഴികൾ ഒന്ന് വിടർന്നു. സാറെന്താ ഇവിടെ? ആരെങ്കിലും ICUവിനുള്ളിലുണ്ടോ? ഡോക്ടർ ആകാംക്ഷയോടെ തിരക്കിയതും മഹാദേവൻ പെട്ടെന്ന് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എനിക്ക് യാമിനിയെയും മോളെയും ഒന്ന് കാണണം. മാസ്റ്ററുടെ ആരാ അവർ? ഡോക്ടറുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞില്ല. മാസ്റ്റർ കയറി കണ്ടോളൂ, ഇദ്ദേഹത്തെ അവരുടെ അടുക്കലേക്കൊന്ന് കൊണ്ടുപോകൂ. സിസ്റ്ററുടെ പിന്നാലെ മഹാദേവൻ നടന്നു പോകുന്നത് സത്യപ്രതാപൻ ദേഷ്യത്തോടെ നോക്കിയിരുന്നു. ഇവിടെ വെച്ച് ഒരു വഴക്ക് വേണ്ട എന്ന് രേണുക അദ്ദേഹത്തോട് കണ്ണു കാണിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചതും വല്ലാത്തൊരു തണുപ്പ് മഹാദേവൻ മാസ്റ്ററെ പൊതിഞ്ഞു. ആ തണുപ്പ് മരണത്തിൻ്റെതാണെന്ന് അയാൾക്ക് തോന്നി. ബെഡിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന യാമിനിയുടെ അരികിൽ അയാൾ ചെന്നു നിന്നു. ദേവേട്ടാ, നിങ്ങളവിടെ എന്തെടുക്കുക? എനിക്ക് ദേഷ്യം വന്നാൽ ഞാനൊരു വരവങ്ങ് വരും. വീട്ടിലുള്ള സമയമാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്തിരുന്നാൽ എന്താ കുഴപ്പം? യാമിനിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അയാളുടെ കാതുകളിൽ അലയടിച്ചത് അവളുടെ സ്വരമായിരുന്നു. ഭംഗിയാർന്ന മുഖമാകെ കരിവാളിച്ചിരിക്കുന്നു. തുടുത്ത കവിളുകൾ എല്ലുന്തി ശോഷിച്ചുപോയി. റോസാപ്പൂവിതൽ പോലുള്ള അവളുടെ ചുണ്ടുകളിൽ ഇപ്പോൾ നീല നിറത്തിൻ്റെ ലാഞ്ചന. യാമി, ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ യാമി. നമ്മുടെ മോനോട് ഞാനെല്ലാം ഏറ്റു പറയാം. അവൻ്റെ അമ്മ എന്നും പരിശുദ്ധയായിരുന്നുവെന്ന് ഞാൻ അവനെ മനസ്സിലാക്കി കൊടുക്കാം. നിനക്ക് കാണണ്ടേ യാമി? നിന്റെ മോനെ നിനക്ക് കാണണ്ടേ? അവനെ കാണാതെ നിനക്ക് ഈ ഭൂമിയിൽ നിന്നും പോകാൻ കഴിയുമോ? യാമി, നിന്നെ എന്നിൽ തളച്ചിടാൻ വേണ്ടി ഞാൻ ഒരുക്കിയ നാടകം, അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് പിന്നീടുണ്ടായത്. എല്ലാം കൈവിട്ടു പോയപ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു എനിക്ക്. അന്നു മുതൽ ഇന്നുവരെ എൻ്റെ നെഞ്ചിലെ തീ അണഞ്ഞിട്ടില്ല. പലയിടത്തും ഞാൻ നിന്നെ തിരഞ്ഞിട്ടുണ്ട്. അമ്മയെ വെറുക്കുന്ന മകനല്ലേ എൻ്റെ കൂടെയുള്ളത്. അവനെ അറിയിക്കാതെയുള്ള അന്വേഷണം അതത്ര എളുപ്പമായിരുന്നില്ല. അയാൾ കുനിഞ്ഞു നിന്ന് യാമിനിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഞാൻ പുറത്തുണ്ടാകും, നീ വരുന്നതും കാത്ത്. അയാൾ തൊട്ടടുത്ത് കിടന്ന നദിയുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ മനോഹരമായ മുഖത്തേക്ക് അയാൾ കുറച്ചുനേരം നോക്കി നിന്നു. നിനക്ക് എൻ്റെ അമ്മയുടെ മുഖമാണല്ലോ കുഞ്ഞെ. അച്ഛൻ്റെ മോള് മുത്തശ്ശി പോലെ സുന്ദരിയാണ്. എൻ്റെ കുഞ്ഞിനെ ആദ്യമായി അച്ഛൻ കാണുന്നത് ഇങ്ങനെയൊരവസ്ഥയിലായിപ്പോയല്ലോ ദൈവമേ. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന നിമിഷം നീ ഏറ്റവും അധികം വെറുക്കുന്നത് ഈ അച്ഛനെ ആയിരിക്കില്ലേ? അച്ഛൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അമ്മ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരിക്കൽ ഈ അച്ഛനെ കേൾക്കാൻ നീ തയ്യാറാവുകയാണെങ്കിൽ അന്ന് പറഞ്ഞു തരാം അച്ഛനെല്ലാം. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ വലതുകരം ചുണ്ടോട് ചേർത്തു. ആ നിമിഷമാണ് നദി ഒന്നനങ്ങിയത്. മഹാദേവന്റെ വിരലിൽ അവളുടെ കൈത്തലം മുറുകി. സിസ്റ്റർ എന്ന വിളിയിൽ തന്നെ അവിടെയുള്ള 2 സിസ്റ്റർമാർ ഓടിയെത്തി. നദിയെ ഒന്ന് നോക്കിയതും അവരിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കാനായി ഓടി. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നതുവരെ മഹാദേവന്റെ നെഞ്ച് കിടന്ന് പിടയ്ക്കുകയായിരുന്നു. മാസ്റ്റർ, മെടിക്കുന്ന ഹൃദയത്തോടെയാണ് മഹാദേവൻ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയത്. എന്നാൽ ഡോക്ടറുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും അയാളുടെ ഉള്ളിലേക്ക് ഒരു ശീതക്കാറ്റ് വീശി. നദി അപകടനില തരണം ചെയ്തിരിക്കുന്നു. യാമിനിയുടെ കാര്യത്തിൽ ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല. അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ യാമിനിയെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ? മഹാദേവൻ ചോദിച്ചതും ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ ആവാം, ഇപ്പോഴല്ല. അവർക്ക് ബോധം തെളിയട്ടെ, മരുന്നിനോട് പ്രതികരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഞാൻ എതിര് നിൽക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് നടന്നു. മഹാദേവൻ മാസ്റ്റർ നദിക്കരികിലേക്ക് കസേരയിലിരുന്നു. അപ്പോഴും അയാളുടെ വിരലിൽ അവൾ മുറുക്കെ പിടിച്ചിരുന്നു. ആ വിരലിനെ വേർപെടുത്താതെ അയാൾ മറുകൈ കൊണ്ട് ആ കൈവിരലുകളെ തഴുകി. ദേവേട്ടാ, മോൻ 7 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനി നമുക്കൊരു മോളെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ഏട്ടൻ്റെ പുന്നാരനിയതിയായി അവൾ വളരുന്നത് നമുക്ക് കാണേണ്ടേ ദേവേട്ടാ? യാമിനിയുടെ ചോദ്യം അവിടെ മുഴങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏട്ടനും അനിയത്തിയും അവരെന്തെങ്കിലും പരസ്പരം സ്നേഹിക്കുമോ? അയാളുടെ മനസ്സിലേക്ക് അപ്പോൾ രേണുകയുടെ മുഖമാണ് ഓടി വന്നത്.
ഇതുപോലെ 7 വയസ്സ് താഴെയുള്ളവൾ. എത്ര ലാളിച്ചാണ് താൻ അവളെ വളർത്തിയത്. എന്നിട്ടും യാമി പടിയിറങ്ങിപ്പോയതിനു ശേഷം ഇന്നുവരെ അവൾ തന്നോട് മിണ്ടിയിട്ടില്ല. അവൾക്ക് ഈ ഏട്ടൻ 22 വർഷമായി അന്യനാണ്. ഈ വർഷങ്ങൾക്കിടയിൽ എത്രയോ തവണ താൻ അസുഖബാധിതനായി കിടന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും അവൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുട്ടിക്കാലം മുതലുള്ള കൂട്ടാണ് സൂര്യപ്രതാപനുമായി. എൻ്റെ ഉള്ളിലെ വേദനകൾ എന്നേക്കാൾ മുൻപേ അറിയുന്നവൻ, എന്നിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഒരു ഏട്ടനെ പോലെ ശാസിക്കുന്നവൻ. അവന് യാമി അനിയത്തിയായിരുന്നു. ഒരു സഹോദരനോട് കാണിക്കുന്ന കുറുമ്പുകളെല്ലാം അവൾ അവനോട് കാണിക്കുമ്പോൾ ചിരിയോടെ നോക്കി നിന്നിട്ടുണ്ട് താൻ. തെളിഞ്ഞ മാനം പോലെ പരിശുദ്ധമായ മനസ്സായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ രേണുവിനെ അവൻ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വേറെയൊന്നും നോക്കാനില്ലായിരുന്നു തനിക്ക്. അവൾക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും നല്ലതിനെ കൊടുക്കുക എന്നത് മാത്രം ആഗ്രഹിച്ചിരുന്ന തനിക്ക് അവനേക്കാൾ നല്ലതായി വേറൊന്നിനെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പലരും എതിർത്തു. തറവാട്ടിലെ കാര്യസ്ഥന്റെ മകനെ മാത്രമേ കിട്ടിയുള്ളൂ നിനക്കെന്ന് ചോദിച്ച് ബന്ധുക്കൾ പലരും അധിക്ഷേപിച്ചു. അതൊന്നും താനെന്ന് ചെവിക്കൊണ്ടില്ല. മുന്നിൽ രേണുവിൻ്റെ ഭാവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതാപിൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതമായിരിക്കുമെന്നുള്ള ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. കൂട്ടുകാരെ പോലെ ആയിരുന്നില്ല രേണുവും യാമിയും. ഒരമ്മയുടെ മക്കളെ പോലെയായിരുന്നു, ഇരട്ടകളെ പോലെയായിരുന്നു. ആരുമില്ലാത്തവളാണ് താനെന്ന് യാമി പറയുന്നത് പോലും രേണുവിന് സഹിക്കുമായിരുന്നില്ല. രേണു ബദ്രിയെയും യാമി കാർത്തിയെയും ഗർഭം ധരിച്ചത് ഒരേ സമയമായിരുന്നു. താനും പ്രതാപനും എങ്ങനെയായിരുന്നു അതുതന്നെയാണിപ്പോൾ ബദ്രിയും കാർത്തിയും. സാർ, സിസ്റ്ററിൻ്റെ വിളിയാണ് അയാളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. കുറേ നേരമായല്ലോ സാർ ഇതിനുള്ളിലേക്ക് വന്നിട്ട്. ഇനി പുറത്തു പോയിരുന്നോളൂ, വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കാം. അത് കേട്ടതും മഹാദേവൻ പതിയെ എഴുന്നേറ്റു. അപ്പോഴും നദിയുടെ വിരലുകൾ അയാളിലെ പിടിവിട്ടിരുന്നില്ല. പതിയെ അയാൾ ആ വിരലുകൾ വേർപെടുത്തിയതിനു ശേഷം ഒന്നുകൂടി ആ കൈവെള്ളയിൽ ചുംബിച്ചു. ഇനി നിന്റെ അരികിൽ എനിക്കിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നെ കാണുന്ന നിമിഷം നിന്റെ കണ്ണുകളിൽ വെറുപ്പ് നിറയും. അത് കാണാനായി അച്ഛൻ നിൽക്കില്ല. നദിയോട് മൗനമായി യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിലും അയാളുടെ മിഴികൾ യാമിനിയുടെ നേർക്ക് നീളുന്നുണ്ടായിരുന്നു. തരില്ലെന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്. ചെയ്തു പോയതിനെല്ലാം മാപ്പ്. ഐസിയുവിനുള്ളിൽ നിന്നും പുറത്തേക്ക് കിടക്കുമ്പോൾ അയാളുടെ പോക്കറ്റിലിരുന്ന ഫോൺ ശബ്ദിച്ചു. മറുപുറത്ത് കാർത്തിയാണെന്ന് കണ്ടതും അയാളുടെ നെഞ്ചിൽ ഒരു ആന്തലുണ്ടായി. കാർത്തി, അച്ഛൻ ഇതെവിടെയാ? ഞാൻ പറയാൻ ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛൻ എവിടെയുണ്ടെന്ന് ടി വിയിൽ ഇതാ ഫ്ലാഷ് ന്യൂസ് എഴുതി പോകുന്നുണ്ട്. വല്ലവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് അച്ഛനെന്തിനാ അവിടെ ചെന്ന് കിടക്കുന്നത്? ആ പെണ്ണ് മാത്രമേ ഈ ഭൂമിയിൽ പാട്ടുപാടുന്നതായിട്ടുള്ളൂ? അല്ല, രണ്ടിൻ്റെയും തലയ്ക്കകത്ത് എന്താ? ബദ്രിയെ ഞാൻ കുറേ സമയമായി വിളിക്കുന്നു. അവൻ ഫോൺ എടുക്കുന്ന പോലുമില്ല. മഹാദേവൻ മാസ്റ്റർ. കാർത്തിയോട് സംസാരിക്കുന്നതിനിടയിലാണ് പിന്നിൽ നിന്നുള്ള ആ വിളി മഹാദേവൻ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയതും ഡോക്ടറാണ് മുന്നിൽ. സോറി മാസ്റ്റർ, യാമിനിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഷീ ഈസ് നോ മോർ. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, അതിന് ബോധം വന്നു. ഫോൺ കട്ട് ചെയ്തിട്ടില്ല എന്ന് പോലും ചിന്തിക്കാതെ മഹാദേവൻ ഡോക്ടറുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിന്നു. ഞാൻ ചോദിച്ചതല്ലേ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ എന്ന്? നിങ്ങൾ സമ്മതിക്കാതെയല്ലേ? മാസ്റ്റർ, അവരൊരു പേഷ്യൻ്റാണ്. ബോഡി വളരെ വീക്കാണ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചില്ലെങ്കിലും അവർ മരിക്കും മാസ്റ്റർ. 1-2 ദിവസം നീണ്ടുപോകുമായിരിക്കും. അതിലപ്പുറത്തേക്ക് അവർക്ക് ആയുസില്ല. അപ്പോഴേക്കും അവർക്കിടയിലേക്ക് സത്യപ്രതാപൻ കയറി വന്നിരുന്നു. അതോടെ ഡോക്ടർ അയാൾക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ ഫോണിൻ്റെ മറുപുറത്ത് യാമിനി എന്ന പേരിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു കാർത്തിക്. സോറി മാസ്റ്റർ, യാമിനിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഷീ ഈസ് നോ മോർ. കാർത്തികിൻ്റെ കാതുകളിൽ ആ വാക്കുകൾ മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. യാമിനി, അത് തൻ്റെ അമ്മയായിരിക്കുമോ? വേറെ ഏതെങ്കിലും യാമിനിയെക്കുറിച്ച് അച്ഛൻ ഇതുവരെ സംസാരിക്കുന്നത് താൻ കേട്ടിട്ടില്ലല്ലോ. മറ്റേതെങ്കിലും യാമിനിയാണ് മരിച്ചതെന്ന് അറിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഇമോഷണൽ ആകേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും അത് അമ്മ തന്നെയാണോ? അമ്മ മരിച്ചെന്ന് തന്നെയാണോ അയാൾ അച്ഛനോട് പറഞ്ഞത്? കാർത്തികിൻ്റെ കണ്ണുകളിൽ അന്നേരം യാമിനിയുടെ മുഖം തെളിഞ്ഞു. ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം അമ്മ 3 തവണ സ്കൂളിൽ വന്നിരുന്നു. അപ്പോഴൊന്നും അമ്മയെ കാണാൻ താൻ കൂട്ടാക്കിയിട്ടില്ല. അമ്മ എന്നോർക്കുമ്പോൾ തൻ്റെ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് മാറിന് കുറുകെ കെട്ടിയ അടിപ്പാവടയും മാറുമറച്ചുകൊണ്ടുള്ളൊരു തോർത്തും അമ്മയ്ക്ക് പിന്നിലായി കൈലി വാരി ചുറ്റിക്കൊണ്ട് അന്നത്തെ ഡ്രൈവർ ഭരതേട്ടനും. പുറത്ത് ആ രംഗം കണ്ട് സ്തംഭിച്ചു നിൽക്കുന്ന അച്ഛൻ്റെ ദയനീയമായ മുഖം. മുത്തച്ഛൻ്റെ സഹോദരിയുടെ മകൾ സുഭദ്ര ചിറ്റിയുടെ കൂടെ വെറുതെ കറങ്ങാൻ പോയതായിരുന്നു താൻ. തിരികെ വീട്ടിലെത്തിയപ്പോൾ മുന്നിൽ കണ്ട രംഗമായിരുന്നു അതെല്ലാം. ഒരു 7 വയസ്സുകാരൻ്റെ ഹൃദയത്തിലേറ്റ കനത്ത ആഘാതമായിരുന്നു അത്. അമ്മയെന്ന പദത്തിനോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങൾ. മുത്തശ്ശിയും സുഭദ്ര ചിറ്റയും തൻ്റെ മുമ്പിൽ വച്ച് അമ്മയെ പറഞ്ഞ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ എല്ലാം കേട്ട് ചങ്ക് പൊട്ടിക്കരഞ്ഞ ആ രാത്രി. അമ്മയുടെ ചൂടില്ലാതെ, അമ്മയുടെ തലോടലില്ലാതെ ഒറ്റപ്പെട്ടുപോയ രാത്രി. കാർത്തി കണ്ണുകൾ ഒന്ന് ഇറക്കി അടച്ചു തുറന്നു. 3ാമതും അമ്മ തന്നെ സ്കൂളിലേക്ക് കാണാൻ വന്നപ്പോഴാണ് പോയി പറയടാ അവരെ എനിക്ക് കാണണ്ടെന്ന്. ഒരാക്രോശം പോലെയാണ് താനൊന്ന് ബദ്രിയോട് അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും ഒരു ചുമരിനപ്പുറം നിന്ന് കാണുകയായിരുന്നു അമ്മയെ.
അപ്പോഴാണ് അമ്മ ബദ്രിയോട് അങ്ങനെ പറഞ്ഞത്. ഇല്ല, ഇനി വരില്ല. തിരിച്ചും ഒരു വാക്ക് പറഞ്ഞേക്ക്. ഈ അമ്മ മരിച്ചെന്നറിഞ്ഞാൽ പോലും കാണാൻ വരരുതെന്ന്. അവനത് വന്ന് പറഞ്ഞപ്പോൾ താനതിന് മറുപടിയും കൊടുത്തു. എനിക്കതിന് അമ്മയില്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ പോകേണ്ടതുള്ളൂ. എന്നാൽ ഇപ്പോൾ ഒരു വേദന. അമ്മ ചെയ്ത തെറ്റ് അച്ഛന് പൊറുക്കാൻ കഴിഞ്ഞു എന്നോർക്കുമ്പോൾ ഈ ജന്മം അമ്മയോട് പൊറുക്കാൻ പാടില്ലാത്തത് അച്ഛനല്ലേ. കാർത്തി ഓഫാക്കി വെച്ച TV വീണ്ടും ഓൺ ചെയ്തു. എല്ലാ ചാനലിലും ഫ്ലാഷ് ന്യൂസ് എഴുതി പോകുന്നുണ്ട്. അവൻ ഒരു ന്യൂസ് ചാനൽ വെച്ചു. പ്രശസ്ത സംഗീതജ്ഞനും പിന്നണി ഗാനരചയിതാവും ഗായകനുമായ മഹാദേവൻ മാസ്റ്ററുടെ ബന്ധു യാമിനി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഒരേയൊരു മകൾ നദിക്കും അവർ വിഷം കൊടുത്തിരുന്നു എങ്കിലും ആ കുട്ടി അപകടനില തരണം ചെയ്തു. ഒരു പ്രൈവറ്റ് സ്കൂളിൽ സംഗീതാധ്യാപികയായിരുന്നു യാമിനി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്തിനാണെന്ന് വ്യക്തമല്ലെങ്കിലും അവരൊരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. അടുത്തുള്ള ഗവൺമെൻറ് കോളേജിൽ PG 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് നദി. നദിയുടെയും യാമിനിയുടെയും ഫോട്ടോ സ്ക്രീനിൽ തെളിഞ്ഞതും കാർത്തിയുടെ മുഖം വിവർണമായി. നദിയുടെ ഫോട്ടോയിലേക്ക് തന്നെ അവൻ കുറച്ചു നേരം നോക്കിയിരുന്നു. കാർത്തി മോന് കളിപ്പിക്കാനും എടുത്തുകൊണ്ട് നടക്കാനും ഒരു കുഞ്ഞാവ വരുന്നുണ്ട്. എവിടെ? ദേ അമ്മയുടെ വയറ്റിൽ. കുഞ്ഞാവ എന്നാ വരാ അമ്മേ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമല്ലോ. അന്നേരം കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണോ വരുന്നത്? അമ്മയുടെ ചക്കരയ്ക്ക് കുഞ്ഞിപ്പെണ്ണിനെയാണോ കുഞ്ഞിച്ചക്കനെയാണോ ഇഷ്ടം? കുഞ്ഞിപ്പെണ്ണ് മതി. അന്നേരം യാമിനി അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടമർത്തി. ഈ വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ രസമുള്ള കഥകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.